യെസ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. USS പരീക്ഷയ്ക്ക് സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പതിവായിട്ട് USSന്റെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള സമകാലിക ചോദ്യങ്ങൾ അത് ഏത് മേഖലയിൽ നിന്നായിരിക്കും? പ്രധാനമായും കോവിഡുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്നായിരിക്കും അല്ലേ? അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കോവിഡിനെ സംബന്ധിച്ച്, കോവിഡ് മഹാമാരിയെ സംബന്ധിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. കറണ്ട് അഫയേഴ്സ്, സമകാലിക സംഭവങ്ങൾ ആ മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ USS പരീക്ഷയ്ക്ക് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം ഗ്രേറ്റ തുൻബർഗ് അല്ലേ, ആഗോള താപനത്തിനൊക്കെ എതിരായിട്ട് പരിസ്ഥിതി വിഷയത്തിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ട് ഇടപെട്ട ഒരു കൊച്ചു ബാലികയാണ് ഗ്രേറ്റ തുൻബർഗ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിരുന്നു. അതേപോലെ ഈ പരീക്ഷയ്ക്ക്, തവണത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു മേഖല, ഒരു സമകാലിക സംഭവം എന്ന് പറയുന്നത് കോവിഡ് മഹാമാരിയാണ്. കോവിഡ് വിതച്ച നമുക്ക് സമാനതകളില്ലാത്ത ദുരന്തത്തിന്റെ ഒരു ബാക്കിപത്രമാണ് കോവിഡ്. കോവിഡ് ഇപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന്റെ രണ്ടാം തരംഗമാണ് ഇപ്പോൾ ലോകത്തുടനീളം കടന്നു വന്നിരിക്കുന്നത്. സെക്കൻഡ് വേവ് അല്ലേ, അതിതീവ്ര വ്യാപനത്തിന്റെയും ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിന്റെയും ഒക്കെ തന്നെ ഒരു സാഹചര്യമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. COVID-19 നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? കോവിഡ്-19 എന്ന് പറഞ്ഞാൽ എന്താണ്? കൊറോണ വൈറസ് ഡിസീസ് 2019. അതാണ് COVID-19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൊറോണ വൈറസ് ഡിസീസ് 2019 അതിനെ നമ്മൾ ചുരുക്കി വിളിക്കുന്നതാണ് COVID-19. ഇത് ചൈനയിലെ വുഹാനിലാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് ലോകത്തിലൊന്നാകെ പടർന്നു പിടിക്കുകയാണ് ചെയ്തത് എന്നൊക്കറിയാം. ഇപ്പൊ COVID-19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ വൈറസ് ഡിസീസ് 2019 എന്നാണ്. ഓക്കെ, COVID-19 രോഗം പരത്തുന്ന വൈറസിന്റെ പേര്, COVID-19 രോഗം പരത്തുന്ന വൈറസിന്റെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയാം. അറിയാവുന്ന ആളുകൾക്ക് പറയാം. COVID-19 രോഗം പരത്തുന്ന വൈറസിന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? SARS-CoV-2 എന്നാണ്. SARS-CoV-2 അതായത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് 2. എല്ലാവരും എഴുതി വെച്ചോളൂ. COVID-19 രോഗം പരത്തുന്ന വൈറസിന്റെ പേര് SARS-CoV-2. SARS-CoV-2 SARS സ്പേസ് CoV-2. SARS-CoV-2. SARS-CoV-2ന്റെ എന്താണ് എക്സ്പ്ലനേഷൻ? അതിന്റെ ഫുൾ ഫോം സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് 2 എന്നാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ SARS-CoV-2. എല്ലാവരും എഴുതിയോ? യെസ്, ഒന്നുകൂടി പറയാം. ചോദ്യം ഇതാണ്: COVID-19 രോഗം പരത്തുന്ന വൈറസിന്റെ പേര്. COVID-19 രോഗം പരത്തുന്ന വൈറസിന്റെ പേര്. ഉത്തരം SARS-CoV-2. SARS-CoV-2. SARS-CoV-2ന്റെ ഫുൾ ഫോം സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം
കൊറോണ വൈറസ് 2. അതിനെയാണ് നമ്മൾ സാർസ് കോവ് 2 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കോവിഡ് വാക്സിന് അംഗീകാരം നൽകുന്ന ആദ്യത്തെ രാജ്യം. ഇപ്പോ 1.5 വർഷത്തോളമായിട്ട് കോവിഡ് ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കോവിഡിന് മുന്നിൽ ലോകത്തെ ജനങ്ങൾ ഒന്നാകെ പരിഭ്രമിച്ചു. എന്താണ് ചെയ്യുക എന്ന് പരിഭ്രമിച്ചു. പല പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ചു. ഏറ്റവും ശാസ്ത്രീയമായ ഒരു പ്രതിരോധ മാർഗമാണ് വാക്സിനേഷൻ അല്ലെ. വാക്സിനേഷൻ പ്രക്രിയ ലോകത്തിപ്പോൾ ആരംഭിച്ചു. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തൊക്കെ ആരംഭിച്ചു. അപ്പം ഈ COVID-19 അതിന് വിവിധ രാജ്യങ്ങൾ വിവിധ വാക്സിനുകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അതില് ആദ്യമായിട്ട് COVID-19 ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നത്, അംഗീകാരം നൽകുന്നത് ഏത് രാജ്യമാണ്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. കോവിഡ് വാക്സിന് അംഗീകാരം നൽകുന്ന ആദ്യത്തെ രാജ്യം. യെസ്, വെരി ഗുഡ്. റഷ്യയാണ്. റഷ്യയുടെ വാക്സിന്റെ പേര് പറയാൻ പറ്റുമോ? സ്പുട്നിക്. യെസ്, അത് തന്നെ. സ്പുട്നിക് 5 അല്ലേ. റഷ്യ വികസിപ്പിച്ചെടുത്ത വാക്സിന്റെ പേരാണെന്ത്? സ്പുട്നിക് 5. അപ്പോ ഇന്ത്യ കണ്ടുപിടിച്ച COVID-19 വാക്സിനുകൾ ഉണ്ടല്ലോ, അതൊക്കെയാ ഇപ്പം വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 വാക്സിനുകളുണ്ട്. പറയാൻ പറ്റുമോ? കോവിഷീൽഡും കോവാക്സിനും. യെസ്, കോവിഷീൽഡും കോവാക്സിനും. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോ നമ്മളിപ്പോ ചോദിച്ച ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. കോവിഡ് വാക്സിന് അംഗീകാരം നൽകുന്ന ആദ്യത്തെ രാജ്യം റഷ്യ. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിനുകളാണ് ഏതൊക്കെ? കോവാക്സിനും കോവിഷീൽഡും. ഓക്കെ, യെസ്. എഴുതി വെക്കേണ്ട ആളുകളൊക്കെ എഴുതി വെച്ചല്ലോ അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, കോവിഡിനെ പ്രതിരോധിക്കാൻ ചുരുങ്ങിയത് എത്ര സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണമെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ലോകാരോഗ്യ സംഘടന അല്ലെ. എത്ര സെക്കൻഡാണ്? 20 സെക്കൻഡ്. 20 സെക്കൻഡ്. വെരി ഗുഡ്. 20 സെക്കൻഡ്. യെസ്. കോവിഡിനെ പ്രതിരോധിക്കാൻ ചുരുങ്ങിയത് എത്ര സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം എന്നാണ് WHO നിഷ്കർഷിച്ചിരിക്കുന്നത്? 20 സെക്കൻഡ്. ഓക്കെ. അടുത്ത ചോദ്യം, മനുഷ്യരിൽ നിന്ന് COVID-19 വൈറസ് ബാധ ആദ്യമായി സ്ഥിരീകരിച്ച മൃഗം ഏത് മൃഗത്തിനാണ്? കടുവയ്ക്കാണ് അല്ലെ. അപ്പൊ ന്യൂയോർക്കിലുള്ള നാദിയ എന്ന് പറയുന്ന അല്ലെ ഒരു കടുവ, മൃഗശാലയിലുള്ള ഒരു കടുവ, ആ കടുവയ്ക്കാണ് മനുഷ്യരിൽ നിന്നും ആദ്യമായിട്ട് COVID-19 ബാധിച്ച മൃഗം. മനസ്സിലായല്ലോ? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. മനുഷ്യനിൽ നിന്ന് COVID-19 വൈറസ് ആദ്യമായിട്ട് സ്ഥിരീകരിച്ച മൃഗം ഏതാ മൃഗം? കടുവ. ആ കടുവയുടെ പേര് അല്ലേ, എങ്ങനെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നാദിയ എന്ന് എഴുതുക കേട്ടോ, നാദിയ. ഓക്കെ. COVID-19 തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം. COVID-19 തുടർന്ന് ലോകാരോഗ്യ സംഘടന ലോകത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം. നമുക്കിപ്പോൾ കോവിഡിന്റെ ഒരു നാൾവഴികൾ പരിശോധിക്കുമ്പോൾ 2019 ഡിസംബർ മാസമാണ് കോവിഡ് ചൈനയിലെ വുഹാനിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2020 ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ജനുവരി അവസാനത്തോടെ, കേരളത്തിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, ഇന്ത്യയിൽ കോവിഡ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ തൃശ്ശൂരിലാണ് അല്ലേ. അപ്പം എപ്പോഴായിരിക്കും കോവിഡ് വ്യാപനത്തെ തുടർന്നാണല്ലോ ലോകാരോഗ്യ സംഘടന ലോകത്തൊരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്.
അത് ഏത് ദിവസമാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് 2020 ഏത് മാസമായിരിക്കും? 2020 ഏതു മാസമായിരിക്കും ലോകാരോഗ്യ സംഘടന ലോകത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? മാർച്ചിൽ അതിനു മുമ്പേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2020 ജനുവരി മാസം 30 ജനുവരി 30 കേട്ടോ. ജനുവരി 30 COVID-19 തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം 2020 ജനുവരി 30. ഇനി അടുത്ത ചോദ്യം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്, മാത്രമല്ല നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇത് ഈ COVID-19 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ചൈനയിലാണ്. ചൈനയിൽ എവിടെയായിരുന്നു? വുഹാനിലാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, വുഹാൻ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് അല്ലേ? എന്നാൽ ആ വുഹാൻ ചൈനയിലെ ഏത് പ്രവിശ്യയിലാണ്? എന്റെ ചോദ്യം, കൊറോണ വൈറസ് ബാധ ആദ്യമായിട്ട് കണ്ടെത്തിയ വുഹാൻ ചൈനയിലെ ഏത് പ്രവിശ്യയിലാണ്? ഇപ്പൊ പ്രവിശ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു പ്രയാസം വരണ്ട. കാരണം നമ്മള് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യയെ നമ്മൾ ഭരണ സൗകര്യാർത്ഥം സംസ്ഥാനങ്ങളായിട്ടല്ലേ വിഭജിച്ചത്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട് അല്ലേ? എന്നാൽ അതേപോലെ ചൈനയിൽ ഇതേപോലെ ധാരാളം പ്രവിശ്യകൾ ഉണ്ട്. ഇപ്പം നമ്മൾ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പോലെ ചൈനയിൽ സംസ്ഥാനങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്? പ്രവിശ്യ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റേറ്റ്സ് എന്ന് പറയും, അവിടെ പ്രോവിൻസ് എന്ന് പറയും. അപ്പൊ വുഹാൻ ഏത് പ്രവിശ്യയിലാണ്? ചൈനയിലെ ഏത് പ്രവിശ്യയിലാണ് വുഹാൻ? പറയാൻ പറ്റുമോ? ചൈനയിലെ ഏത് പ്രവിശ്യയിലാണ് വുഹാൻ? ഹുബൈ എന്ന് പറയുന്ന പ്രവിശ്യയിലാണ്. ഹുബൈ. വുഹാൻ ചൈനയിലെ ഏത് പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ് പ്രവിശ്യ? ഹുബൈ എന്ന് പറയുന്ന പ്രവിശ്യയിലാണ്. ഹുബൈ. ഹുബൈ. മനസ്സിലായല്ലോ? ഓക്കെ. ലോകത്താദ്യമായിട്ട് കൊറോണ വൈറസ് COVID-19 റിപ്പോർട്ട് ചെയ്ത വുഹാൻ ചൈനയിലെ ഏതു പ്രവിശ്യയിലാണ്? ഹുബൈ. ഹുബൈ എന്ന് പറയുന്ന പ്രവിശ്യയിലാണ് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം പറയട്ടെ. കോവിഡ് പ്രതിരോധത്തിനായി ഉപയോഗിച്ചിരുന്ന മലേറിയ മരുന്ന്, മലേറിയ എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മലേറിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് വളരെ വ്യാപകമായിട്ട് കോവിഡ് പ്രതിരോധത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ മരുന്നിന്റെ പേരെന്താണ്? നിരന്തരം പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു വാർത്തയായിരുന്നു അത്, ഒരു പേരായിരുന്നു ആ മരുന്നിന്റെ. ഏതാണ്? കിനേക്കിയോ? അതുണ്ട്. ഹൈഡ്രോക്സി ക്ലോറോക്കിൻ. ഏതാണ്? ഹൈഡ്രോക്സി ക്ലോറോക്കിൻ. ക്ലിയർ ആയില്ലേ? ഹൈഡ്രോക്സി ക്ലോറോക്കിൻ എന്ന് പറയുന്ന മലേറിയയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് കോവിഡ് പ്രതിരോധത്തിനായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഹൈഡ്രോക്സി ക്ലോറോക്കിൻ. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം. ഇപ്പം ഒരാൾക്ക് കൊറോണ ബാധിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ കൊറോണ ബാധിച്ചു, ചെറിയ രോഗലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. നമുക്ക് രോഗലക്ഷണങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് കോവിഡ് ഉണ്ട് എന്ന് തെളിയിക്കാൻ, എന്ന് കണ്ടെത്താൻ
നമ്മൾ എന്താ ചെയ്യുക? ടെസ്റ്റുകൾ ചെയ്യും അല്ലേ? ടെസ്റ്റുകളിലെ ചെയ്യുക. അപ്പം ഈ കോവിഡ് ടെസ്റ്റിന് വിവിധ പേരുകളുണ്ട്. ഒരു ടെസ്റ്റ് മാത്രമല്ല, പല ടെസ്റ്റുകളും ഈ കോവിഡ് നിർണയത്തിനായിട്ട് നടത്താറുണ്ട്. അപ്പൊ ആ ടെസ്റ്റുകളുടെ പേര് നമുക്ക് പറയാൻ പറ്റുമോ? കൊറോണ രോഗനിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏതൊക്കെ നടത്തും? ആന്റിജൻ ടെസ്റ്റ് നടത്താറുണ്ട്, RT-PCR നടത്താറുണ്ട് അല്ലേ? പിന്നെ PCR ടെസ്റ്റ് നടത്താറുണ്ട്, പിന്നെ ആന്റിബോഡി ടെസ്റ്റ് നടത്താറുണ്ട് കേട്ടോ. ആന്റിബോഡി ടെസ്റ്റ് പക്ഷെ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതും കേട്ടതും എന്താണ്? ആന്റിജൻ ടെസ്റ്റും RT-PCR ആണ് അല്ലേ? ഓക്കെ. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ടെസ്റ്റുകൾ ഉപയോഗിക്കും, അത്രമാത്രം. ആന്റിജൻ ടെസ്റ്റ് എന്ന് പറയുന്നത് 100% കൃത്യതയുള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കുറെ കൂടി കൃത്യതയുള്ള ടെസ്റ്റാണ് RT-PCR അല്ലേ? നമുക്ക് നിങ്ങൾക്ക് അറിയാം, പല പല സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലും ഒക്കെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ. കൊറോണ രോഗനിർണയത്തിനായിട്ട് നടത്തുന്ന ടെസ്റ്റുകളാണ് PCR ടെസ്റ്റ്, RT-PCR ടെസ്റ്റ്, ആന്റിബോഡി ടെസ്റ്റ്, അതേപോലെ ആന്റിജൻ ടെസ്റ്റ്. ഓക്കെ. അടുത്ത ചോദ്യം, ഈ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഈ ഓൺലൈൻ മേഖല വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് അനുഭവമുണ്ട് അല്ലേ? ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ്സുകൾ, ഇതുപോലെയുള്ള ഗൂഗിൾ മീറ്റുകളും സൂം മീറ്റുകളും അല്ലേ, യൂട്യൂബും, അങ്ങനെ പല മേഖലകളും ഉപയോഗിച്ച് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. അതേപോലെ കോവിഡ് പ്രതിരോധത്തിനായിട്ട് പിന്നെ പല ഓൺലൈൻ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സമഗ്ര കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പ്, അതായത് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കൊറോണ വൈറസ് ട്രാക്കിംഗ്, ആർക്കെല്ലാം കൊറോണ ബാധിച്ചു, ക്വാറന്റൈനിലിരിക്കുന്ന ആളുകളുടെ ഒബ്സർവേഷൻ ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ഒരു ആപ്ലിക്കേഷൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരുന്നു. അതിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആരോഗ്യ സേതു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആരോഗ്യ സേതു കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സമഗ്ര കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പാണ് ഇത്, ആപ്ലിക്കേഷനാണ് ഇത്, ആരോഗ്യ സേതു. ഇത് വികസിപ്പിച്ചെടുത്തത് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഈ ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തത് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ ആണ്. ഓക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ചോദ്യത്തിന്റെ അനുബന്ധമായിട്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ എന്തായിരുന്നു? അത് സ്പുട്നിക് 5 അല്ലേ? സ്പുട്നിക് അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം, ഈ കൊറോണ എന്ന് പറയുന്നത് നല്ലൊരു പേരല്ലേ? കൊറോണ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയൊക്കെ ആകുമെങ്കിലും അല്ലേ, വല്ലാത്തൊരു ഭയവും ആശങ്കയും ഒക്കെ ഉണ്ടെങ്കിലും കൊറോണ എന്നുള്ള പേരിലൊരു വീട് കേരളത്തിൽ ഉണ്ടായിരുന്നു. ഒരാൾ വീടുണ്ടാക്കി വളരെ മുമ്പ് ആ വീടിന് കൊറോണ എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം കിരീടം എന്നൊക്കെയാണല്ലേ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ പത്രത്തിലൊക്കെ വന്നിരുന്നു. ഈ കൊറോണ എന്ന പേരിലൊരു നഗരമുണ്ട് ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത്. അതെവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കൊറോണ എന്ന പേരിലുള്ള നഗരം എവിടെയാണ്? കൊറോണ എന്ന പേരിലുള്ള നഗരം എവിടെയാണ്? കൊറോണ എന്ന പേരുള്ള നഗരം സ്ഥിതി ചെയ്യുന്ന അമേരിക്കയിൽ. അമേരിക്കയിൽ എവിടെ? കാലിഫോർണിയയിൽ. അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഒരു നഗരത്തിന്റെ പേര് കൊറോണ എന്നാണ്. നല്ല രസമായിരിക്കില്ലേ അവിടുത്തെ കൊറോണ? യെസ്. ഇനി ക്വാറന്റൈൻ എന്ന വാക്കിന്റെ ഉത്ഭവം ഏതു ഭാഷയിൽ നിന്നാണ്? ക്വാറന്റൈൻ നമ്മൾ വ്യാപകമായിട്ട് ഈ കൊറോണ കാലത്ത് കേട്ട 2-3 വാക്കുകളുണ്ട് അല്ലേ? എന്താണ്? ലാറ്റിൻ വാക്കാണ് അല്ലെ? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഈ ക്വാറന്റൈൻ എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. ലാറ്റിൻ ഭാഷയിൽ കണ്ടെയ്ൻമെന്റ് സോൺ അല്ലെ, സോഷ്യൽ ഡിസ്റ്റൻസ്, ക്വാറന്റൈൻ, ഇങ്ങനെ ധാരാളം പദങ്ങൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ വ്യാപകമായിട്ട് കേൾക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ ക്വാറന്റൈൻ എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ഓക്കെ, യെസ്. ഓക്കെ, ഇപ്പോൾ ഈ കോവിഡിന്റെ ഭാഗമായിട്ട് COVID-19 ഭാഗമായിട്ട് ധാരാളം ആളുകൾ ലോകത്ത് മരിച്ചു വീണു അല്ലേ? ഇന്ത്യയിൽ ധാരാളം ആളുകൾ മരിച്ചു. കേരളത്തിലും മരണസംഖ്യ കുറവാണ്, എന്നാലും കുറെ പേര് മരിച്ചിട്ടുണ്ട്. അപ്പം ഒരു ചോദ്യം ഇതാണ്, ഇപ്പം നമുക്ക് സാധാരണ നിലയിൽ പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്ത് എവിടെയാണെന്നല്ലേ പറയുക. ഇപ്പൊ കൊറോണ ഇന്ത്യയിൽ COVID-19 ആദ്യമായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത സ്ഥലം കേരളമാണ്, തൃശ്ശൂരാണ് എന്നുള്ളത് പഠിച്ചു. ഇനി അടുത്തത് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ആദ്യ COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത സ്ഥലം എവിടെയാ? എവിടെയാ? കർണാടകയിലാണ്. സ്ഥലത്തിന്റെ പേര് കർണാടകയിൽ എവിടെയാണ്? കർണാടക ശരി ഉത്തരമാണ്. കർണാടകയിൽ എവിടെയാണ് ഈ COVID-19 മരണം ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്? കലബുർഗി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. കലബുർഗി എന്നൊക്കെ എന്നാണ് പത്രത്തിൽ കാണാം. കലബുർഗി അല്ലെങ്കിൽ കൽബുർഗി. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെയായിരുന്നു? കേരളത്തിൽ, തൃശ്ശൂരിൽ. ഓക്കെ, അടുത്തൊരു ചോദ്യം. COVID-19 തടയുന്നതിനായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആദ്യമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഈ COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആദ്യമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ. അതേത് സംസ്ഥാനമാണ്? COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് അല്ലല്ല, കേരളത്തിലൊക്കെ ലോക്ക്ഡൌൺ വരുന്നതിന് മുൻപേ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, രാജസ്ഥാനാണ് കേട്ടോ ഉത്തരം. രാജസ്ഥാൻ. ഉത്തരം ഒന്ന് എഴുതി വെച്ചോളൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് COVID-19 തടയുന്നതിനായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആദ്യമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. COVID-19 തടയുന്നതിനായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആദ്യമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ഓക്കെ, ഇനി ഈ 2020 ലോകാരോഗ്യ ദിനം ആചരിച്ചത് എപ്പോഴായിരിക്കും? 2020 ലോകാരോഗ്യ ദിനം നമ്മൾ ആചരിച്ചത് ഏത് ദിവസമായിരിക്കും? ഏപ്രിൽ 7 കാരണം ലോകാരോഗ്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ 7 ആണല്ലോ അല്ലേ? ആർക്കും സംശയമില്ലല്ലോ? ഇല്ല. 2020 ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 നമ്മൾ ആചരിച്ചു. ആ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? കഴിഞ്ഞ എന്ന് പറയുമ്പോൾ ഈ ഏപ്രിൽ 7 മറ്റൊരു 2021 ഏപ്രിൽ 7 മറ്റൊരു ലോകാരോഗ്യ ദിനം നമ്മൾ ആചരിച്ചു കഴിഞ്ഞു. എന്നാൽ 2020 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു പ്രമേയം? സപ്പോർട്ട് നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. സപ്പോർട്ട് നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. സപ്പോർട്ട് നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം 2020 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ഇതാണ്, സപ്പോർട്ട് നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. അങ്ങനെ ഒരു പ്രമേയം മുന്നോട്ട് വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? നഴ്സുമാരെയും മിഡ്വൈഫുമാരെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലോകാരോഗ്യ സംഘടന ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിൽ ആഹ്വാനം ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അതിനൊരു കാരണം അല്ലേ? വിളക്കേന്തിയ വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഴ്സുമാരുടെ ഒരു പ്രതീകമുണ്ട്. ലോകത്തെ ജീവകാരുണ്യ പ്രവർത്തകരുടെയൊക്കെ തന്നെ ഒരു വലിയ പ്രതീകമായിട്ടുള്ളൊരു വനിതയുണ്ട്. അവരുടെ പേര് പറയാൻ പറ്റും ആരെങ്കിലും? ലേഡി വിത്ത്
ലേഡി വിത്ത് ദ ലാമ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത്, വിളക്കേന്തിയ വനിത, ലേഡി വിത്ത് ദ ലാമ്പ്. ആ പറഞ്ഞ പേര് തന്നെ ആരാണെന്നത് പറഞ്ഞ്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ അല്ലേ, ഫ്ലോറൻസ് നൈറ്റിംഗേൽ അല്ലേ. മുമ്പ് ക്രിമിയൻ എന്ന് പറയുന്നൊരു യുദ്ധം, ക്രിമിയൻ വാർ, ആ യുദ്ധത്തിൽ പരിക്കേറ്റവരെ യുദ്ധക്കളത്ത് പോയിട്ട് ശുശ്രൂഷിക്കുകയും അവരെ പരിചരിക്കുകയൊക്കെ ചെയ്ത മനുഷ്യസ്നേഹത്തിൻ്റെ മാലാഖ എന്നറിയപ്പെടുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയായിരുന്നു ആര്? ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അവരുടെ ജന്മവാർഷികം, അവരുടെ 200-ാം ജന്മവാർഷികമായിരുന്നു 2020. ശ്രദ്ധിച്ചു വെച്ചേ, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടും. ഈ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ 200-ാമത് ജന്മവാർഷികമായിരുന്നു ഈ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ 200-ാമത് ജന്മവാർഷികമായിരുന്നു 2020 അല്ലേ. അതുകൊണ്ട് തന്നെ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ 200-ാമത് ജന്മവാർഷികം 2020 നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 2020 ഏപ്രിൽ 7-ാം തീയതി ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയമായിട്ട് സപ്പോർട്ട് നേഴ്സ് ആൻഡ് മിഡ്വൈഫ് എന്ന പ്രമേയം WHO മുന്നോട്ട് വെച്ചത്. അതേപോലെ 2020 ഇന്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സ് ആൻഡ് ദ മിഡ്വൈഫ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സ് ആൻഡ് മിഡ്വൈഫ്, നഴ്സുമാരുടെയും മിഡ്വൈഫ്മാരുടെയും ഒക്കെ തന്നെ എന്താണ് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് 2020 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന എന്താണ് തീരുമാനിച്ചിട്ടുള്ളത്, പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 2-3 ചോദ്യങ്ങൾ കിട്ടി അല്ലേ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ലോകാരോഗ്യ ദിനം. ഉത്തരം ഏപ്രിൽ 7. 2020 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിന പ്രമേയം എന്താണ്? സപ്പോർട്ട് നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. പിന്നെ 2020 പ്രാധാന്യം, ഇന്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സ് ആൻഡ് ദ മിഡ്വൈഫ് WHO പ്രഖ്യാപിച്ചു. കാരണം ജീവകാരുണ്യത്തിന്റെ മാലാഖ എന്നറിയപ്പെടുന്ന, വിളക്കേന്തിയ വനിത എന്ന് വിശേഷണമുള്ള ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ 200-ാമത് ജന്മവാർഷിക ദിനമായിരുന്നു 2020. അതാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയിട്ട് WHO 2020 പ്രഖ്യാപിച്ചത്. അടുത്തത് COVID-19 സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ. COVID-19 സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1075. എത്രയാണ്? 1075. 1075. നെക്സ്റ്റ്, കൊറോണ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ക്യാമ്പയിൻ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കൊറോണ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ക്യാമ്പയിന്റെ പേര്? ഭാരത് പഠേ ഓൺലൈൻ. ഭാരത് പഠേ ഓൺലൈൻ. കേരളത്തിൽ ഇതിന്റെ പേരെന്തായിരുന്നു? കേരളത്തിലുള്ള ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പേരെന്തായിരുന്നു? ഫസ്റ്റ് ബെൽ. അതേപോലെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പദ്ധതിയുടെ പേരെന്തായിരുന്നു? ഭാരത് പഠേ ഓൺലൈൻ. ഭാരത് പഠേ ഓൺലൈൻ. ഇപ്പോൾ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. കൊറോണ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ക്യാമ്പയിൻ ഭാരത് പഠേ ഓൺലൈൻ. കേരളത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഫസ്റ്റ് ബെൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്ക് ആവശ്യ മരുന്നുകൾ എത്തിച്ച വ്യോമസേനാ ദൗത്യത്തിന്റെ പേര്? ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്ക് അവശ്യ മരുന്നുകൾ എത്തിച്ച വ്യോമസേനാ ദൗത്യത്തിന്റെ പേര്? ആ ദൗത്യത്തിന്റെ പേരെന്താണ്? ആ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ സഞ്ജീവനി. ഓപ്പറേഷൻ സഞ്ജീവനി.
ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്ക് അവശ്യ മരുന്നുകൾ എത്തിച്ച വ്യോമസേന എയർഫോഴ്സ് അല്ലേ, വ്യോമസേന ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ സഞ്ജീവനി. ആ രീതിയിൽ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.